ആദ്യമേ നമുക്ക് രണ്ട് വിശുദ്ധ വേദപുസ്തക വചനങ്ങൾ പരിശോധിക്കാം. ഒന്ന്, സങ്കീർത്തനങ്ങൾ 156. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പിൻ. രണ്ടാമത്തെ വാക്യം ഉൽപ്പത്തി 2-ാം അധ്യായം 7-ാം വാക്യം. യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. വിശുദ്ധ വേദപുസ്തകം നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. യഹോവ എന്ന വിശുദ്ധ നാമം ആദ്യമായി ബൈബിളിൽ ഉൽപ്പത്തി 2-ലാണ് കാണപ്പെടുന്നത്. കൂടാതെ പഴയ നിയമത്തിൽ ഏകദേശം 7000 തവണ ഈ വിശുദ്ധ നാമം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ഉൽപ്പത്തി 13:4 എബ്രഹാം യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നതായി പറയുന്നുണ്ട്. പിന്നെ ഉൽപ്പത്തി 14:22 താൻ യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തിയെന്നും എബ്രഹാം പറയുന്നുണ്ട്. യഹോവ എന്നത് യഹൗവേ എന്ന ഹീബ്രു പദത്തിൻ്റെ ലാറ്റിനൈസേഷനാണ്. അതായത് ആ ഒരു ഹീബ്രു പദത്തിൻ്റെ ലാറ്റിൻ പരിഭാഷയാണ്. ഇത് യഹൗവേ എന്ന് ഉള്ളത് ഒരു സ്വരമാണ്. ഈ പദത്തിന് 700 വർഷത്തിൽ താഴെ പഴക്കമുണ്ട്. ബൈബിളിൻ്റെ ആദ്യകാല ഇംഗ്ലീഷ് വിവർത്തനങ്ങളിൽ ഇത് കൂടുതൽ സാധാരണമായി എന്നിരുന്നാലും യഹോവ എന്നത് യഹൗവേൻ്റെ യഥാർത്ഥ ഒരു ഉച്ചാരണമല്ലിത് എന്നാണ് ചില വിശുദ്ധ ബൈബിൾ പണ്ഡിതന്മാരും ഭാഷാ പണ്ഡിതന്മാരും വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിശുദ്ധ നാമത്തിൻ്റെ യഥാർത്ഥ ഉച്ചാരണം യഹൗവേ എന്നതാണ്. യഹൗവേ എന്ന വിശുദ്ധ നാമത്തിൻ്റെ അക്ഷരവിന്യാസം ശരിയായി ഉച്ചരിച്ചാൽ നമ്മുടെ നാവോ ചുണ്ടോ ഉപയോഗിക്കേണ്ടതില്ല. അതായത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് പരിശോധിച്ചാൽ വിശുദ്ധ നാമമായ യഹൗവേ ഉച്ചരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ശ്വസന പ്രക്രിയ അനുകരിക്കുകയാണ്. നമ്മുടെ ശ്വസന പ്രക്രിയയെ നമുക്കിപ്പോഴൊന്ന് പരിശോധിക്കാം. അതായത് ഇതിനർത്ഥം എന്തെന്നാൽ നാം എടുക്കുന്ന ഓരോ ശ്വാസത്തിലും നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ നാമം നമ്മൾ സംസാരിക്കുന്നുണ്ട്. ജനിച്ചതിന് ശേഷം നമ്മൾ പറയുന്ന ആദ്യത്തെ വാക്കും മരിക്കുന്നതിന് മുൻപ് നമ്മൾ പറയുന്ന അവസാന വാക്കും ഇതാണ്. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ നാമം ശ്വസിച്ചുകൊണ്ട് നമ്മൾ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. വിശ്വാസത്തോടെ നമ്മൾ ഈ കാര്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാകും. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മളോട് കൂടെ എപ്പോഴുമുണ്ട്. ഈ ഒരു സത്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഈ ഒരു സത്യം മുൻപേ മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കും പഴയ ഋഷിമാരും മുനിമാരും യോഗ ആചാര്യന്മാരുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ശ്വസന പ്രക്രിയയിലോട്ട് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട്. അപ്പോൾ ഇതുതന്നെ ആയിരിക്കുമോ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള ആ ഒരു സത്യത്തിൻ്റെ യഥാർത്ഥ അർത്ഥം? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളെല്ലാവരും നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആത്മാവിൻ്റെ ഒരു അംശമാണെന്ന്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കമൻ്റ് രൂപത്തിൽ ഇവിടെ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് ബൈ ബൈ.